നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ച് പഴയ സംഭവമാണ്, എങ്കിലും ഭാവിയിൽ ആവർത്തിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണെന്ന് തോന്നി. കോഴിക്കോട്ടുകാരൻ റഹീം എന്ന യുവാവിനെ സൗദി നിയമത്തിൻ്റെ കൊലവാളിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ ലോകമാകമാനമുള്ള മലയാളികൾ ഒന്നിച്ച് കൈകോർത്തത് ഒരു ചരിത്ര സംഭവമായിരുന്നു. കേവലം ദിവസങ്ങൾ കൊണ്ട് മാത്രം 34 കോടി രൂപ സ്വരൂപിച്ച് അത്ഭുതം സൃഷ്ടിച്ച മലയാള മനസ്സിൻ്റെ നന്മയും ഒരുമയും ആരെയും അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കൊലക്കേസിലെ പ്രതിയാണ് റഹീം. അയാൾ നിരപരാധിയാണെന്ന് നമുക്കെങ്ങനെ വിധി എഴുതാനാകും? അറബ് നാടുകളിൽ കുറ്റകൃത്യങ്ങളിൽ പിടികൂടുന്നവരെയെല്ലാം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ രക്ഷിച്ചെടുക്കുക എന്നത് ഒരു കീഴ്വഴക്കമായി നമ്മൾ നിലനിർത്തിയാൽ അത് അപകടകരമായ ഒരു അവസ്ഥയായി മാറും. റഹീമിൻ്റെ മോചനത്തിന് 34 കോടി രൂപ മലയാളി സമൂഹം സ്വരൂപിച്ച് നൽകിയതോടെ യമനിൽ മറ്റൊരു കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന നഴ്സിന് വേണ്ടിയും ക്രൗഡ് ഫണ്ടിങ്ങിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഗോത്രവർഗ തലവരി AK-47 മിഷൻ ഗൺ വേണമെന്നും റോൾസ് റോയ്സ് കാർ നൽകണമെന്നും എന്നാൽ മാത്രമേ അനുരഞ്ജന ചർച്ചകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കൂ എന്നൊക്കെയുള്ള അവിശ്വാസകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പണപ്പെരുവ് നടക്കാത്തത് നിമിഷപ്രിയ അമുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് ചില വർഗീയ വിഭാഗങ്ങൾ പറഞ്ഞ് പരത്തുന്നു. അത് മറ്റൊരു അപകടം. റഹീമിൻ്റെ 34 കോടി രൂപയുടെ വിജയത്തോടെ ബ്ലഡ് മണി എന്ന ആവശ്യവുമായി പലരും ഇപ്പോൾ രംഗത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ വിപണനം, പലതരത്തിലുമുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ ജയിലുകളിലായി 6000-ത്തിലധികം ഇന്ത്യക്കാരുണ്ട്. ഇതിൽ 100 കണക്കിന് മലയാളികളും. ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ശരിയത്ത് നിയമത്തെ പഴിചാരിയാണ് പലരും നിരപരാധികളാണെന്ന് ഭാഷ്യം ചമയ്ക്കുന്നത്. കുറ്റവാളികളെല്ലാം നിരപരാധി എന്ന് അവകാശപ്പെടുമ്പോൾ അവരെയെല്ലാം രക്ഷപ്പെടുത്തുവാൻ വൻതുക സ്വരൂപിക്കാൻ കേരളം നിർബന്ധിതമാകുകയാണ്. റഹീമിൻ്റെ കൈകളാൽ മരണപ്പെട്ട 14-കാരനായ കുട്ടി റഹീമിൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ അവനെ തടയാൻ ശ്രമിക്കവേ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ റഹീമിൻ്റെ കൈ തട്ടി അത് ഡിസ്കണക്റ്റ് ആയതിനെ തുടർന്ന് കുട്ടി മരണപ്പെട്ടു എന്നാണ് റഹീം പറയുന്നത്. എന്നാൽ മരണത്തിന് ശേഷം കാര്യങ്ങളുടെ ഗതി മാറുന്നത് ഇനി അങ്ങോട്ടാണ്. കുട്ടി മരണപ്പെട്ടതായി മനസ്സിലാക്കിയ റഹീം റിയാദിൽ ജോലി ചെയ്യുന്ന ബന്ധുവും നാട്ടുകാരനുമായ നസീറിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. രക്ഷപ്പെടാനായി ഇരുവരും ചേർന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. റഹീമിനെ വണ്ടിയുടെ സീറ്റിൽ കെട്ടിയിട്ട് നസീർ പോലീസിനെ വിളിക്കുന്നു. പണം തട്ടാനായി കവർച്ചക്കാർ റഹീമിനെ കാറിൽ ബന്ധിച്ച ശേഷം കുട്ടിയെ ആക്രമിച്ചതായും അങ്ങനെയാണ് കുട്ടി മരണപ്പെട്ടതെന്നും ഇവർ ഒരു കഥയുണ്ടാക്കി പോലീസിനോട് പറയുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പോലീസ് ആ കഥ പൊളിച്ചു. കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ പരമാവധി വേഗത്തിൽ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്നതിന് പകരം കള്ളക്കഥ വഴി സംഭവം തിരിച്ചുവിടാൻ ശ്രമിച്ചത് വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിൽ മനഃപൂർവ്വമാണ് കുട്ടിയുടെ ജീവനരക്ഷാ ഉപകരണം റഹീം തട്ടിമാറ്റിയതെന്ന നിരീക്ഷണവും പ്രതികൂലമായി മാറി. കോടതി മുമ്പാകെ അയാൾ കുറ്റം സമ്മതിച്ചു. ശരിയത്ത് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം കോടി പ്രഭുക്കളാണ്. പണക്കതി കൊണ്ടല്ല അവർ 34 കോടി എന്ന ഭീമൻ തുക ആവശ്യപ്പെട്ടത്. ഈ പണം നൽകാതെ വരുമ്പോൾ റഹീമിൻ്റെ വധശിക്ഷ ഇനിയും നീട്ടിക്കൊണ്ടു പോകാനാവില്ല എന്നും റഹീം ഉടൻ വധിക്കപ്പെടുമെന്നും അവർ കണക്ക് കൂട്ടി. ശരിയത്ത് കോടതി നിയമത്തിൻ്റെ സാധ്യമായ എല്ലാ വഴികളും തെളിവുകളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തലനാരിഴക്കീറി പരിശോധന നടത്തിയ ശേഷം മാത്രമാണ് കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഇനിയും റഹീം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. മലയാളിയുടെ സഹാനുഭൂതിയും ആപൽ ബാന്ധവുമെല്ലാം ലോകത്തിന് മാതൃക തന്നെയാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒപ്പം ഇത്തരം സംഭവങ്ങളെ വർഗീയവൽക്കരിക്കുന്നതും നമുക്ക് ചേർന്നതല്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.